കൊള്ളാമല്ലേ? ഇതെങ്ങനെയായെന്ന് കാണിച്ചു തരാവാ. ആദ്യത്തെ അറ്റംപ്റ്റിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇതിലാണ്, ഈ ഒരു കുപ്പിയിലാണ് ചെയ്ത് നോക്കിയത്. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ഭാഗമായി ഒരു ESC യൂണിറ്റ് അടിപൊളിയായിട്ട് അടിച്ചു പോയിട്ടുണ്ട്. രണ്ടാമത്തെ അറ്റംപ്റ്റ് പ്രൊപ്പല്ലർ പൊട്ടിപ്പോയി. അപ്പോൾ പുതിയൊരു ESC യൂണിറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി വീണ്ടും പണി തുടങ്ങാൻ പോവാണ്. അടുത്തത് ഫിസ്സിൻ്റെ കുപ്പിയിലാണ് അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫിസ്സിൻ്റെ കുപ്പിയായിരിക്കും ഇതിൻ്റെ ബോഡി വരാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ESC യൂണിറ്റ്, കൺട്രോളർ, റിസീവർ, ബാറ്ററി, ഇത് മൂന്നും സെറ്റ് ചെയ്ത് ഇതിൻ്റെ നോബിൽ, ഇതിൻ്റെ മൂടിയിൽ ബ്രഷ്ലെസ് മോട്ടർ ഫിറ്റ് ചെയ്യുന്ന മാതിരി ആണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രഷ്ലെസ് മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്തിന് കണക്കായ രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇവിടുന്ന് വാങ്ങിയെന്നൊന്നും ചോദിക്കാറ്, പഴയ കണ്ണാടീൻ്റെ ബാക്ക് ഭാഗത്തിൻ്റെ അകത്ത് നിന്ന് മുറിച്ചെടുത്തതാണ്. ഓക്കെ, നമുക്കിതിപ്പോൾ ഡയറക്റ്റ് ഈ ഒരു മൂടിയിലേക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റിന് ഇത് അറ്റാച്ച് ചെയ്ത്, ആ ഷീറ്റായിരിക്കും നമ്മൾ ഈ കുപ്പീൻ്റെ മൂടിക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യാൻ വിചാരിച്ചു, പക്ഷേ പണി വാളി. ലാസ്റ്റ് എവിടെ ആവില്ല എന്ന് പറഞ്ഞു, അവിടത്തേക്ക് തന്നെ എത്തിയിട്ടുള്ളത്. കുപ്പീൻ്റെ മൂടിക്ക് തന്നെ തുളയിട്ടു. കുപ്പീൻ്റെ മൂടിക്ക് തന്നെ മോട്ടർ ഹോൾഡ് ചെയ്യാനുള്ള രീതിയിലാണ് നോക്കുന്നത്. തേർഡ് അറ്റംപ്റ്റ് ഗൈസ്, ഇതിലും കാര്യം വിചാരിച്ചാൽ അതിന് നടക്കുന്നില്ല. ഇതിപ്പോൾ കണ്ടാലറിയാം, സ്ക്രൂ രണ്ടും രണ്ട് സൈഡിലേക്കാണ് ഇതായിരിക്കുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കോർണറിലേക്ക് വരുന്ന സമയത്ത് സ്ക്രൂ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തേർഡ് അറ്റംപ്റ്റിലേക്ക് പോയി ഇതേപോലെ ആസ്പെറ്റോസിൻ്റെ ഒരു ഷീറ്റ് എടുത്ത് അതിൽ ഇതേപോലത്തെ ഒരു സാധനം ചെയ്ത് അത് മൂടിക്ക് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, പണ്ടാരം ആവശ്യത്തിന് നോക്കിയൊരു പശ പോലും കാണുമല്ലോ. ഇനി അതും വാങ്ങാൻ പോകണമല്ലോ. ആസ്പെറ്റോസും കുപ്പീൻ്റെ മൂടിയും എല്ലാം കൂടിയിട്ട് ഇതാ ഇപ്പം ഇങ്ങനൊരു പരിവായി. എന്തൊക്കെയോ പണിയെടുത്ത് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്ക്രൂ ചെയ്യാനുള്ള വകുപ്പൊന്നും കിട്ടിയില്ല. ഒട്ടിച്ചോട്ട് ഇതാ കൈക്ക് വരെ പശയായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ESC യൂണിറ്റും കയറ്റണം, അതേപോലെ തന്നെ മോട്ടോർ ഡ്രൈവും കയറ്റണം. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിങ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ബോഡീൻ്റെ ഉള്ളിൽ നമ്മളെ ESC യൂണിറ്റും റിസീവറും കൂടെ അതിൽ ആഡ് ചെയ്യണം. പിന്നെ ടെയിൽ എങ്ങനെയാക്കുമെന്ന് നേർക്കുറന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ടെയിൽ സെക്ഷൻ ഇല്ലെങ്കിൽ എന്താ പറയുക, വാല കുറഞ്ഞ നായിനെ പോലെ ഉണ്ടാവില്ലേ. പിന്നെയും പണിവാളി. എൻ്റെ കണ്ണ് തെറ്റിയ സമയത്ത് ചങ്ങായി ഒരുത്തൻ വന്നിട്ട് ഈ മോട്ടർ ഈ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട്, നമ്മളെ പഴയ കാർ ഓർമ്മയുണ്ടാവുമല്ലോ, ആ പഴയ കാറിൻ്റെ മുകളിൽ വെച്ച് ഈ മോട്ടർ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കാറ്റുകൊണ്ട് മോട്ടറും പോവുമല്ലോ എന്ന് പറഞ്ഞ് എന്താക്കി, ലിപ്പോ ബാറ്ററിലേക്ക് ഡയറക്റ്റ് ഇത് കൊടുത്ത് കണക്ഷൻ കൊടുത്ത്. രണ്ട് പുക വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഇത് വൃത്തിക്ക് കറങ്ങുന്നില്ല, ഒരു വൈബ്രേഷൻ മാത്രം, ഇങ്ങനെ മാത്രമേ കറങ്ങുന്നുള്ളൂ. അതിൻ്റെ കാര്യം തീരുമാനമായി. ഇനിയിപ്പോൾ പുതിയ മോട്ടറെല്ലാം വാങ്ങിയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതേപോലെ ഇത് നമ്മളെ വേറെ ചങ്ങായിൻ്റെ സംഭാവന. ഇത് ഇങ്ങനെയൊന്നും അല്ലടാന്ന് പറഞ്ഞിട്ട് പോസിറ്റീവും നെഗറ്റീവും തിരിച്ചു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാഡ് ഡാമേജ് ഉണ്ടായത്. ഓക്കെ, ഈ കാർഡ് കത്തിപ്പോയത് അങ്ങനെയാണ്. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് എടുത്ത് പോസിറ്റീവും, പോസിറ്റീവ് എടുത്ത് നെഗറ്റീവിലും തിരിച്ച് കുത്തി. ഒരൊച്ച മാത്രമേ കേട്ടില്ലൂ. ഈ കപ്പാസിറ്ററിൻ്റെ ഇത് കണ്ടോ, അതിൻ്റെ രോമം പോലത്തെ എന്തോ ഒരു സാധനം വരെ കയ്യിലേക്ക് ഊരി വന്നു. അത് വേറൊരു ചങ്ങായിൻ്റെ സംഭാവനയായിരുന്നു. ചങ്ങായിമാരെ കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ കുപ്പിയിൽ ബോഡിയാക്കുന്ന പരിപാടി ഒരു റീൽസിൻ്റെ അകത്ത് കണ്ട ഒരു ആവേശത്തിന് ഇറങ്ങിയതാണ്, ഒരു ഷോർട്സിൻ്റെ അകത്ത് കണ്ട ഒരു ആവേശത്തിൽ ഇറങ്ങിയതാണ്. ഇതിൻ്റെ അകത്ത് പരിപാടി നടക്കില്ല. അത് ഊരി വന്നു, കൈ വെച്ചതോടെ കണ്ടാ ഒട്ടിച്ചതാ. സ്ക്രൂ ഇടാനുള്ള വകുപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു, ഒട്ടിച്ച് വെച്ചതായിരുന്നു ഇങ്ങനെ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഫോം ഷീറ്റ് വരുത്തിയിട്ട് അവനെ തന്നെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഫോം ഷീറ്റ് തന്നെ മൊത്തത്തിൽ ചെയ്യാന്നുള്ള പരിപാടിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.